കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നേട്ടം കൊയ്യാനായി ബി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസിലെ MLA-മാരടക്കം BJPയിൽ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തിരുന്നു. അതിനിടയിൽ BJPയും അവരുടെ പഴയ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളും തമ്മിൽ നടന്ന ആ ഒരു ചർച്ച അലസിപ്പിരിഞ്ഞതായുള്ള വാർത്തയും വന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത അങ്ങനെയല്ല. കാരണം ശിരോമണി അകാലിദളിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു വിഭാഗമുണ്ടായിരുന്നു. സുഖദേവ് സിംഗ് ധിൻഡ്സയുടെ ശിരോമണി അകാലിദൾ സംയുക്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി 2020 അവർ ശിരോമണി അകാലിദളുമായി വേർപിരിഞ്ഞ് വേറൊരു പാർട്ടിയായി മത്സരിക്കുകയായിരുന്നു. ഈ രണ്ട് പാർട്ടികൾ, അതായത് ശിരോമണി അകാലിദളും ഈ സുഖദേവ് സിംഗിൻ്റെ ശിരോമണി അകാലിദൾ സംയുക്തയും തമ്മിൽ ലയിച്ചിരിക്കുന്നു. ശിരോമണി അകാലിദളിലാണ് ഈ സുഖദേവ് സിംഗ് ധിൻഡ്സയുടെ ശിരോമണി അകാലിദൾ സംയുക്ത ലയിച്ചിരിക്കുന്നത്. അതോടുകൂടി ശിരോമണി അകാലിദൾ കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു. ഈ രണ്ട് പാർട്ടികളും NDAയുടെ ഭാഗമായിരുന്നു. ഈ ശിരോമണി അകാലിദൾ സംയുക്ത 2022 BJPയോടൊപ്പം നിന്ന് മത്സരിക്കുകയും ചെയ്തതാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, BJP ഇപ്പോൾ പഞ്ചാബിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായി വിഘടിച്ച് നിൽക്കുന്ന ഈ അകാലിദൾ വിഭാഗങ്ങളെ, സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഒന്നിച്ച ഒരു കുടക്കീഴിൽ ശിരോമണി അകാലിദളിൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരുമായൊരു സഖ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു സംശയമാണ് പുറത്തു വരുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് MLA-മാരെ മറ്റും അടർത്തിയെടുക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മേലെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഈ ശിരോമണി അകാലിദളും ഈ സംയുക്ത ശിരോമണി അകാലിദളും കൂടെ ലയിക്കുമ്പോൾ സ്വാഭാവികമായി കൂടുതൽ സീറ്റ് അവർക്ക് നൽകേണ്ടി വരും. സീറ്റിൻ്റെ കാര്യത്തിലായിരുന്നു ശിരോമണി അകാലിദളുമായി അവർ തെറ്റിപ്പിരിഞ്ഞെന്നുള്ള വാർത്തകൾ വന്നു. പക്ഷേ മാധ്യമ വാർത്തകൾ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആ മാധ്യമ വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.